ശ്രീകാന്തിന് തല്ലിയതിന്റെ പേരിൽ മധുസൂദനോട് ചോദിക്കാൻ പോകുന്ന സച്ചിനെയാണ് നമ്മൾ അവസാനത്തെ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത്. അപ്പൊ സച്ചി വണ്ടി എടുത്തിട്ട് വേഗം പോകുന്നു. സച്ചിന്റെ പിന്നാലെ ശ്രീകാന്തും ഇനി എന്തൊക്കെ ഉണ്ടാക്കുക, സച്ചിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ സച്ചിനെ എന്താ വരുത്തി വെക്കാന്ന് ചോദിച്ച് ശ്രീകാന്തും, കാരണം വിഷയം വേറെയാണല്ലോ. സച്ചി വിചാരിച്ചിരുന്ന അച്ഛന്റെ പ്രശ്നത്തിനാണ് ശ്രീകാന്തിനെ തല്ലിയിരുന്നത്. വേറെ പ്രശ്നം ശ്രുതിയായിട്ട് വർഷമായിട്ടുള്ള പ്രശ്നത്തിനാണ് അവനെ ആൾക്കാർ തട്ടിയത്, മധുസൂദനന്റെ ആൾക്കാരാണ് തല്ലിയതെന്നുള്ള പ്രശ്നം സച്ചിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ശ്രീകാന്തും കൂടെ പോവാണ്, വേഗം പോവാണ്. വർഷയുടെ വീട്ടിലെത്തിയതും സച്ചി വേഗം കയറിയിട്ട് മധുസൂദനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യയും മധുസൂദനും കൂടി സംസാരിച്ചിരിക്കും. മധുസൂദനെ വലിച്ചിട്ടിട്ട് അയാളെ അടിക്കുകയാണ് ചെയ്യുന്നത്. സച്ചി കയറി ഉടനെ മധുസൂദനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭാര്യ വന്ന് പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. നീ എന്താണ് നീ ചെയ്യുന്നത്, നിനക്ക് ഇനി മര്യാദയില്ലെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സച്ചി പറയുന്നത് എന്റെ അനിയനെ നിങ്ങൾ എന്തിനാ തൊട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി കുറെ അയാളെ ഇതാക്കുമ്പോ മധുസൂദനന്റെ ഭാര്യ പറയാണ്, നിന്റെ അനിയൻ പിന്നെ എന്റെ മകളുടെ പിന്നാലെ എന്തിനാ അവൻ നടക്കുന്നത്, അച്ഛനും ഒക്കെ കൂടി നിന്റെ അച്ഛനും ഒക്കെ കൂടി ചേർന്ന് ചെയ്യുന്ന പരിപാടി ആയിരിക്കും അല്ലേ, എന്റെ മകളുടെ പിന്നാലെ അവൻ എന്തിനാ ചുറ്റി നടക്കുന്നത്, എപ്പോഴും അവളുടെ പിന്നാലെയാണല്ലോ നിന്റെ അനിയൻ, അതുകൊണ്ട് തന്നെയാണ് അവൻ ആളെ വിട്ട് തല്ലിച്ചതെന്ന് പറയും. അത് കേൾക്കുമ്പോ സച്ചിക്ക് വോയിസ് ഇല്ല, സച്ചിക്ക് ഒന്നും പറയാൻ വോയിസ് ഇല്ലാത്തതുകൊണ്ട് സച്ചി തിരിച്ചിറങ്ങിപ്പോന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, നീയും അയാളുടെ മകളും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോ ശ്രീകാന്ത് പറയും, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പോ എന്തിന്റെ പേരിലായാലും ഇനി അവളെ കാണാനോ സംസാരിക്കാനോ നീ നിൽക്കരുത്. ഇനി അവളെ നീ കണ്ടുവെന്നോ സംസാരിച്ചുവെന്നോ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ അവൻ നിന്റെ കാലും കൈയും തല്ലുപിടിക്കുന്നത് അവരായിരിക്കില്ല, ഞാനായിരിക്കും എന്ന് സച്ചി തീർത്തും ശ്രീകാന്തിനോട് പറയാണ്. അയാളുടെ മകളുമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട, നമ്മളെ അച്ഛനെ ദ്രോഹിച്ച ആളാണ്, അയാളുടെ മകളുമായിട്ടോ അയാളുടെ കുടുംബമായിട്ടോ നമുക്കൊരു ബന്ധവും വേണ്ട, എന്ത് ഫ്രണ്ട്ഷിപ്പ് ആയാലും നീ അത് നിർത്തിക്കോ എന്ന് പറയാണ്. സച്ചി പറഞ്ഞാൽ ശ്രീകാന്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീകാന്ത് വർഷേനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. അവന് ഇഷ്ടമായിട്ടൊന്നല്ല, അവൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തീരുമാനം എടുക്കുകയാണ്. അവനത് സച്ചിനെ എതിർത്ത് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് സച്ചി തിരിച്ചു പോവാണ്. പിന്നെ കാണിക്കുന്നത് സുധീനെയും ശ്രുതിനെയാണ്. സുധി ഇങ്ങനെ റൂമിൽ ഇതായിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി വന്നിട്ട് പറയാണ്, എനിക്ക് വീട്ടിൽ താമസിക്കാൻ തീരെ താല്പര്യം ഇല്ലാണ്ടാവുകയാണ്, അടിക്കടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയാണെന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയാണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ സമാധാനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പേടിയാവാണ് എനിക്ക് ഇവിടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയാണ്, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അവന്റെ സ്വഭാവം നിനക്ക് അറിയല്ലോ, അവൻ പറയുന്നതൊന്നും നീ കാര്യാക്കാനേ നിൽക്കണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു റിലീഫ് വേണമെന്നൊക്കെ ശ്രുതി പറയാണ്. അപ്പോൾ അവർ ആൻഡമാൻ പോകാനുള്ള ഹണിമൂണിൽ ആൻഡമാൻ പോകാനുള്ള പ്ലാന് വീണ്ടും റീഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാഡത്തിനോട് ഞാൻ സംസാരിക്കാം, നമുക്ക് അവിടെ പോയാലോ ഹണിമൂണിന് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ ഓക്കെ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, എന്നാൽ ടിക്കറ്റ് ശ്രുതി ബുക്ക് ചെയ്യ്, ഞാൻ മാഡത്തിനോട് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ അറിയുമ്പോൾ ശ്രുതിക്ക് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് അറിയില്ല, കാരണം അവന് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ ശ്രുതിനെ കാണിക്കുന്നുണ്ട്. പിന്നെ വർഷ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശ്രീകാന്ത് വർഷയുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യാതെ കട്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വർഷയ്ക്ക് വീണ്ടും അത് ആകെ ഒരു വിഷമാവുകയാണ്, കാരണം അത്ര അറ്റാച്ച് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് കോളൊക്കെ കട്ടാക്കുമ്പോഴും അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇതന്നെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി ചന്ദ്രയ്ക്ക് കൊടുത്തിട്ടുള്ള 1,00,000 രൂപ, ചന്ദ്രയ്ക്ക് രവീന്ദ്രൻ മധുസൂദനൻ കൊടുത്തിട്ടുള്ള 1,00,000 രൂപ ചന്ദ്രനാണ് ഏൽപ്പിച്ചിരുന്നത്. ആ പൈസയിലാണ് ഇനി സുധീര ആകെ ഒരു പ്രതീക്ഷയും കണ്ടു. അപ്പൊ അവനത് അടിച്ചു മാറ്റാനൊക്കെ നോക്കും, അടിച്ചു മാറ്റാനുള്ള ഇതൊക്കെ ഉണ്ട്, അവൻ അടിച്ചു മാറ്റും ചെയ്യും. പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.